നമസ്കാരം. ക്രൈസ്തവ പുരോഹിതരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചു എന്നതാണ് മാധ്യമങ്ങളിലെ ലീഡ് വാർത്ത. മുഖ്യമന്ത്രി ശരിക്കും ഗീവർഗീസ് മാർ കൂറിലോസിനെ അപമാനിച്ചോ? മുഖ്യന്റെ പരാമർശം അനവസരത്തിലാണോ? മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം മുഖ്യൻ ഇത് എവിടെ വെച്ചാണ് പറയുന്നത് എന്ന് പരിശോധിച്ചാൽ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് അജണ്ട ഏറെക്കുറെയൊക്കെ മനസ്സിലാകും. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. ആദ്യം എന്താണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞതെന്ന് ഒന്ന് ചുരുക്കി പറയാം. 900 വാഗ്ദാനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയെന്നാണ് 300 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനസമക്ഷം അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ പുരോഗതി മന്ത്രിസഭയുടെ 3ാം വാർഷിക വേളയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. എല്ലാ മേഖലകളിലെയും നേട്ടം അദ്ദേഹം പറയുന്നുണ്ട്. കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംവദിക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനും നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ ലോക പ്രശസ്തരായിട്ടുള്ള വിദഗ്ധർ കേരളീയം 2023 ഭാഗമായി നടന്ന സെമിനാറുകളിൽ പങ്കെടുത്തു. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾ ഒന്നാകെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ 140 നിയമസഭാ മണ്ഡലങ്ങളിലും യാത്ര നടത്തി. നല്ല സ്വീകാര്യതയാണ് യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട നവകേരള സദസ്സുകൾക്ക് ലഭിച്ചത്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം 2016 അധികാരത്തിൽ വന്ന സർക്കാർ ഏർപ്പെടുത്തി. കേന്ദ്ര നടപടികളുടെ ഭാഗമായുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലയോര തീരദേശ ഹൈവേകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലൈഫ് പദ്ധതി മുഖേന 2016 മുൻ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ 4,03,811 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2021 ശേഷം 1,44,650 വീടുകൾ പൂർത്തീകരിച്ചു. അങ്ങനെ തുടങ്ങി തൊഴിൽ രംഗത്തെക്കുറിച്ച്, വ്യവസായ രംഗത്തെക്കുറിച്ച്, ആരോഗ്യ രംഗത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്, അങ്ങനെ സമസ്ത മേഖലകളിലെയും വികസനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. എങ്ങനെ അത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും? കാരണം മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു മേഖലയിലും ഒരു വികസനവും നടന്നിട്ടില്ല, ഇവിടെ മൊത്തം നടക്കുന്നത് ധൂർത്തും അഴിമതിയാണ് എന്നൊക്കെയാണല്ലോ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണല്ലോ. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മികച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്താൽ പ്രതിസന്ധിയിലാകുന്നത് മാധ്യമങ്ങൾ മാത്രമല്ല, മാധ്യമ പ്രവർത്തകരും പ്രതിപക്ഷവുമാണ്. അതുകൊണ്ട് അവർ മനഃപൂർവ്വം ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കപ്പെടാതിരിക്കാൻ ഒരു നെഗറ്റീവ് വാർത്ത അവർ കണ്ടെത്തി അത് കത്തിച്ചു വിടുകയാണ്. എന്നാൽ ആ നെഗറ്റീവ് വാർത്തയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ വാർത്തയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. മാധ്യമങ്ങളുടെ നിർബന്ധ ബുദ്ധികളിൽ നിന്ന് പിറവിയെടുത്ത ഒരു വാർത്തയാണ് ക്രൈസ്തവ പുരോഹിത അവഹേളന വാർത്ത. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പറ്റി എത്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ ഒരു മാധ്യമവും കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. മാത്രവുമല്ല, അത്തരമൊരു വിവാദം നടത്തിയാൽ ക്രൈസ്തവരെ ഇളക്കാം, സോഷ്യൽ മീഡിയയിൽ പിന്നെ സഖാക്കളും അവരും തമ്മിൽ ആയിക്കോളും, ശേഷം ഗ്യാലറിയിലിരുന്ന് നമ്മൾ കളി കണ്ടാൽ മതിയെന്നറിയാവുന്ന മാധ്യമപ്രവർത്തകർ മാപ്രകൾ അത് വെടിപ്പായി ചെയ്തു. പ്രോഗ്രസ് റിപ്പോർട്ടിനേക്കാൾ ചൂടുള്ള വാർത്ത പുരോഹിതന്മാരിലും വിവരദോഷിയുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാകുമ്പോൾ ക്രൈസ്തവരെ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റാനാകുമെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം. സ്വിച്ചിട്ട പോലെ ചോര കുടിക്കാൻ സതീശനും സംഘവും കയറി പിടിച്ചതോടെ മാധ്യമങ്ങൾ അത് കണക്കിന് ഉപയോഗപ്പെടുത്തി. അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു മനുഷ്യൻ, ഒരു വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരാൾ, വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്ന ഒരാൾ, ആദരവോടുകൂടി കേരള സമൂഹം നോക്കിക്കാണുന്ന ഒരാൾ സർക്കാരിനെ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ്, ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ട്വിസ്റ്റായത് യാക്കോബായ സഭയുടെ പ്രതികരണമാണ്. ഇത് സഭയുടെ നിലപാടോ അഭിപ്രായം ഒന്നുമല്ല എന്ന് സഭ തുറന്നു പറഞ്ഞു. ഇത് ഗീവർഗീസ് മാർ കൂറിലോസിന്റെ മാത്രം അഭിപ്രായം എന്നത് പരസ്യ പ്രസ്താവന നടത്തിയാണ് യാക്കോബായ സഭ പറഞ്ഞത്. ഇതോടുകൂടി തന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പെട്ടു. ഇത് കേരളമാണല്ലോ, മതങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാമെന്ന് ഓർത്തിറങ്ങിയ ചെന്നായ്ക്കളെ ഈ നാട് എന്നും തുരത്തിയ ചരിത്രമേ ഉള്ളൂ. അത് തന്നെ ഇവിടെ സംഭവിച്ചു. ഇനി എന്താണ് ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആകരുത്. രോഗം ആഴത്തിലുള്ളതാണ്, ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല എന്നാണ് ഇടത് സഹയാത്രികൻ കൂടിയായിട്ടുള്ള ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞത്. തിരുത്തലുകൾ നടത്തി മുന്നേറുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുമ്പോഴും വാർത്തയാകുമെന്നും വിവാദമാകുമെന്നും ഒക്കെ നന്നായി അറിഞ്ഞിട്ടും ഗീവർഗീസ് മാർ കൂറിലോസ് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾക്ക് കടന്നാക്രമിക്കാനും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും ഒക്കെ വേണ്ടി ചെയ്തതാണെങ്കിൽ അത് നന്നായി തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നതിലൊരു തർക്കവുമില്ല. പുരോഹിതന്മാരിലും വിവരദോഷിയുണ്ടെന്ന് മുഖ്യൻ പറയാൻ കാരണമായ എന്താണ് ഇതിലുള്ളത് എന്ന് പരിശോധിച്ചാൽ ഈ വരികളുടെ ഇടയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷയ്ക്ക് എത്തണമെന്നില്ല.
കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല എന്നാണ് അദ്ദേഹം ഇതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ നാട്ടിലെ ഞാനും നിങ്ങളും അടങ്ങുന്ന ജനത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ല ഈ പോസ്റ്റ്. ഒരു ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ മനുഷ്യത്വമില്ലാത്ത നരഭോജിയായി ചിത്രീകരിക്കുന്നതിന് തുല്യമല്ല ഈ പോസ്റ്റ്. ദുരന്തം നമ്മൾ ക്ഷണിച്ച് വരുത്തിയതാണോ? കിറ്റ് കൊടുത്തത് ദുരിതകാലത്തെ ആശ്വാസത്തിനല്ലേ? കിറ്റ് കിട്ടിയാൽ വോട്ട് ചെയ്യുന്നവരാണോ മലയാളികൾ? പ്രളയം വരാനും കോവിഡ് വരാനും കാത്തിരുന്ന് കിറ്റിന് വേണ്ടി ആർത്തി പിടിച്ചിരിക്കുന്നവരാണോ മലയാളികൾ? അങ്ങനെ കിറ്റ് കിട്ടിയാൽ ആർക്കും വോട്ട് ചെയ്യുന്ന നിലപാടില്ലാത്ത, പ്രതികരണശേഷിയില്ലാത്ത ആളുകളാണോ മലയാളികൾ? ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ഇടുമ്പോൾ, അങ്ങനെ മലയാളികൾ ആക്ഷേപിക്കുമ്പോൾ പിന്നെ എങ്ങനെ വേണം മറുപടി കൊടുക്കാൻ? അദ്ദേഹം പറഞ്ഞത് ശുദ്ധ വിവരക്കേടല്ലേ? ഇങ്ങനൊരു പ്രതിസന്ധിയിൽ സത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ അതിജീവിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് കരുതലായി നിന്ന ഒരു സർക്കാരിനെ ഇങ്ങനെയൊക്കെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അന്നതൊക്കെ ചെയ്തത്. കിറ്റ് കൊടുത്തുകൊണ്ടാണ് അന്നൊക്കെ ഈ പറയുന്നത് പോലെ ജനങ്ങൾ പിന്തുണച്ചത്, വോട്ട് ചെയ്ത് രണ്ടാമതും അധികാരത്തിലെത്തിച്ചതെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെ പോലുള്ള വ്യക്തികൾ ശ്രമം നടത്തുമ്പോൾ, ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ ഇതിനെ വിവരദോഷം എന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? വിവരദോഷമായതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അത് വിവരദോഷമാണ് എന്ന് തന്നെ പറഞ്ഞത്. അത് വിവരദോഷമാണെന്ന് യാക്കോബായ സഭയ്ക്ക് നന്നായി മനസ്സിലായതുകൊണ്ടാണ് യാക്കോബായ സഭ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പ്രതികരണം അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രതികരണമാണെന്ന് പറഞ്ഞ് തള്ളിയതും. എന്തായാലും നമുക്ക് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മൾക്കെല്ലാം വലിയ തോതിൽ പ്രയാസമുണ്ടാക്കിയ പ്രകൃതി ദുരന്തങ്ങൾ ഇത് കേരളത്തെ വലിയ തോതിൽ തകർത്ത് കളയുന്ന മട്ടിലാണ് വന്നത്. നൂറ്റാണ്ടിലെ മഹാപ്രളയം അതിനെ തുറന്നു തന്നെ തൊട്ടടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി, നിപയും മൂക്കിയും ലോകത്തെ ആകെ വറങ്ങലിപ്പിച്ച നമ്മുടെ നാട് നേരിടേണ്ടി വന്ന മഹാമാരി, ഇതെല്ലാം നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതായിരുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ. ആ ഘട്ടം ഓർത്താൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഒരു ദുരന്തഘട്ടത്തിൽ, അതും മഹാദുരന്തഘട്ടത്തിൽ ലഭിക്കേണ്ട സഹായം കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്ന്. അത്തരം കേന്ദ്രങ്ങൾ, സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങൾ തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതും നാം കണ്ടതാണ്. നിസ്സഹായതയോടെ സാധാരണഗതിയിൽ തളർന്നിരുന്നു പോകേണ്ട ഒരു ഘട്ടം. പക്ഷേ നമ്മുടെ നാട് ഒരുപാട് പ്രത്യേകതയുള്ള നാടാണ്. ആ പ്രത്യേകത ഇതിലെല്ലാം ദൃശ്യമായി. നാം എല്ലാവരും കൂടി തന്നെ ഈ നാടിനെ
മുന്നോട്ട് നീക്കുന്നതിന് സഹായിക്കാത്തവരുടെ മുന്നിൽ ഉച്ചസ്ഥരം ഒരു കാര്യം പ്രഖ്യാപിച്ചു. ഈ ഘട്ടം വലിയ ദുരന്തമാണെങ്കിലും നമ്മൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല തയ്യാറാകുന്നത്. ഇതിനെ ഞങ്ങൾ അതിജീവിക്കും എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. ആ അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു. എങ്ങനെ കേരളത്തിന് ഇതേ രീതിയിൽ അതിജീവിക്കാനായി? നോക്കൂ, മുഖ്യമന്ത്രി എത്ര മനോഹരമായാണ് കേരളത്തെയും മലയാളികളെയും ചേർത്ത് പിടിച്ചത്. വിമർശനത്തിന് വിധേയമാകുമെന്നറിഞ്ഞിട്ടും ആ മതപുരോഹിതൻ നടത്തിയ വിവരക്കേടിന് എത്ര ധീരതയോട് കൂടിയാണ് അത് വിവരദോഷമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്നത്. എത്ര പോസിറ്റീവായി കൊടുക്കാവുന്ന ഒരു വാർത്തയെയാണ് മാധ്യമങ്ങൾ അതിൽ കുത്തിത്തിരിപ്പ് കണ്ടെത്തി യാക്കോബായ വിശ്വാസികൾക്കിടയിൽ ഇടത് വിരുദ്ധത വളർത്താനായി ഉപയോഗിച്ചത്. ദൈവം വിവരദോഷം പറഞ്ഞാൽ പോലും അത് തെറ്റാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇങ്ങ് കേരളത്തിലുണ്ട് എന്ന് പറയേണ്ട മാധ്യമങ്ങൾ, അത് ആഘോഷമാക്കേണ്ട മാധ്യമങ്ങൾ, ഗീവർഗീസ് മാർ കൂർലോസിൻ്റെ പ്രതികരണം യാക്കോബായ സഭയുടെ നിലപാടാണോ എന്ന് പോലും പരിശോധിക്കാതെ ഞങ്ങൾ നന്നാവില്ല എന്ന് പറഞ്ഞൊരു വലിയ കുത്തിത്തിരിപ്പ് അഴിച്ചുവിട്ട് അവർ അവരുടെ സ്വഭാവം കാണിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ക്രൈസ്തവ പുരോഹിതരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വളച്ചൊടിച്ച വെറുമൊരു കുത്തിത്തിരിപ്പ് വിവാദം മാത്രമാണ് ഈ വിവരദോഷി പരാമർശ മാധ്യമ കോലീബി ആഘോഷം ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നത്. ഗീവർഗീസ് മാർ കൂർലോസ് പറഞ്ഞത് വിവരദോഷം തന്നെയാണ്, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. അത് നന്നായൊന്ന് ആ പോസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പുര കത്തുമ്പോൾ വേണമെങ്കിൽ വാഴ വെട്ടിക്കോ, പക്ഷേ പുരയ്ക്ക് തീയിട്ട് വാഴ വെട്ടാൻ നിന്നാൽ മാധ്യമങ്ങളെ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ സർക്കാരിനെതിരെ പടച്ചുവിട്ടിരിക്കുന്ന ആ കുത്തിത്തിരിപ്പ് വാർത്തയിൽ ഒരു തരി പോലും സാമൂഹിക പ്രതിബദ്ധതയില്ല. മതത്തെയും സർക്കാരിനെയും തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ഇടതുപക്ഷത്തിൽ നിന്ന് ക്രൈസ്തവരെ പറിച്ചു നീക്കുക എന്ന അജണ്ടയോടുകൂടി തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വെറും ഒരു കാട്ടുതീ പോലെ ആളി കത്തിക്കാൻ വേണ്ടി ഇറക്കിവിട്ട മാധ്യമങ്ങളുടെ ഒരു വർഗീയ വാർത്തയാണ് എന്ന് പറയാതെ വയ്യ. ഒരു തരി വാസ്തവം തിരിച്ചറിയാതെ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ അവർ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ട് ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അത്രത്തോളം ഭീകരമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.